അപ്പോൾ ശ്രീരംഗം ടെമ്പിളിലൊക്കെ പോയി ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം റൂമിൽ കിടന്ന് ഉറങ്ങി ആക്ച്വലി. അതിനുശേഷം വൈകുന്നേരം ഇപ്പം 5 മണിയാകുന്നു. ട്രിച്ചി ടൗൺ ആണ് ആക്ച്വലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉച്ചിപ്പിള്ളയാർ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട്. റോക്ക് ഫോർട്ട് ടെമ്പിൾ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പം ഇവിടെ ട്രിച്ചി ടൗണിനകത്ത് തന്നെയുള്ള ഒരു പാറയുടെ മുകളിലൊക്കെയുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ആ ടെമ്പിൾ പോയി കാണുക. പിന്നീട് ട്രിച്ചി അത്യാവശ്യം നല്ല ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് സ്ഥലവും സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അതൊക്കെയാണ് ഇനിയൊരു പരിപാടി. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്. വെയിലല്ല ആക്ച്വലി, ചൂടടിക്കും നമ്മുടെ മുഖത്തോട്ട്. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഉച്ചിപ്പിള്ളയാർ അഥവാ റോക്ക് ഫോർട്ട് ടെമ്പിൾ ട്രിച്ചി. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മധുരൈ ഫേമസ് ജിഗർദണ്ഡയുടെ ഒരു ഷോപ്പ് കണ്ടു. നേരെ കയറുക, ജിഗർദണ്ഡ കുടിക്കുക, എന്നിട്ട് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഈ ജിഗർദണ്ഡ വന്നിട്ടുണ്ട്. ഇത് നൈസ് സാധനമാണ് കേട്ടോ. മിൽക്കിൻ്റെ ആ ഒരു സംഭവം, ബസന്തിയും ഐസ്ക്രീമും സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട സ്പെഷ്യൽ ജിഗർദണ്ഡയാണ്. 80 റുപ്പീസ്. ഇവിടെ എന്തൊക്കെ ഇങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഷോപ്പിനകത്താണ് കയറിയത്, കണ്ടില്ലേ. അപ്പോൾ ഇനി ജിഗർദണ്ഡ കുടിക്കട്ടെ. അപ്പോൾ ജിഗർദണ്ഡയൊക്കെ കുടിച്ച് ട്രിച്ചിയിലൂടെ നടക്കുമ്പോൾ ട്രിച്ചിയിലും ഉണ്ട് ഫേമസ് ആയിട്ടുള്ള ചെന്നൈ സിൽക്സ്, പോത്തീസ് സംഭവങ്ങളൊക്കെ. തമിഴ്നാട്ടുകാരുടെ ഫേമസ് എന്താ പറയുക, ഡ്രസ്സ്, ജ്വല്ലറി തുടങ്ങിയ സംഭവങ്ങളുടെയൊക്കെയുള്ള പോത്തീസിൻ്റെയും ചെന്നൈ സിൽക്സിൻ്റെയും ഒക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ റംസാൻ്റെ പരമായിട്ടൊക്കെ ഇവിടെ എന്തൊക്കെയോ ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒരു പോത്തീസിൽ. ആക്ച്വലി റംസാൻ റിലേറ്റഡ് ആയിട്ട് ട്രിച്ചിൽ ഇഷ്ടംപോലെ മുസ്ലിംസ് ഉണ്ട് കേട്ടോ. ഞാൻ അത്ര അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഒരു ഏരിയയിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ മുസ്ലിംസിനെ കാണാനായിട്ട് കഴിയും. അടിപൊളി. അപ്പോൾ ഇതേ നമ്മൾ പോത്തീസൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്കൊരു ഗാർഡ് ഗേറ്റ് കിട്ടും. വലിയൊരു കോട്ട വാതിൽ കണക്കൊരു സംഭവം. അവിടെ നിന്ന് അകത്തോട്ടേക്കാണ് നമുക്ക് ആ ഒരു റോക്ക് ഫോർട്ട് ടെമ്പിളിലേക്ക് പോകേണ്ടത് കേട്ടോ. ദേ അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അവിടെ ആയിട്ട് നമുക്ക് ലോർഡ്സ്, ഔർ ലേഡി ഓഫ് ലോർഡ്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പഴക്കം ചെന്നൊരു ചർച്ചാണ് കേട്ടോ സംഭവം. ഈ ഒരു സൈഡിൽ ഐ ലവ് ട്രിച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കണ്ടില്ലേ. ഐ ലവ് ട്രിച്ചി. വെള്ളിയാഴ്ചയാണ്, പക്ഷേ അവധി ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചർച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഔർ ലേഡി ഓഫ് ലോർഡ്സ് ചർച്ച് എന്നാണ്. പഴക്കം ചെന്നൊരു ചർച്ചാണെന്ന് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ട്രിച്ചിയിൽ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ആർച്ച് അല്ലെങ്കിൽ കമാനം കണക്കൊരു സംഭവം കാണാം. അതിനകത്തോടെ നമുക്ക് കയറി പോകണം കേട്ടോ. ഈ ഒരു കമാനം കണ്ടില്ല, ഈ ഒരു കമാനത്തിനകത്തൂടെ നമ്മൾ നടന്ന് പോകുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. 2 സൈഡിലും കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഈ ഒരു റോഡിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും കുറേ ഐറ്റംസ് ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ട്രിച്ചി. അപ്പോൾ അതേ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ മംഗൾ തങ്കമാളിക ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോത്തി സ്വർണ്ണമഹൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിച്ചി നമ്മൾ വിചാരിച്ച ട്രിച്ചി ഒന്നും അല്ല കേട്ടോ. വിഷയം ഇങ്ങനെ ആൾക്കാരെ കാണുന്നത് ഭയങ്കര നല്ലൊരു വൈബല്ലേ. കാരണം റോഡിൻ്റെ 2 സൈഡിലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇത് മേടിക്കാനും വരെയൊക്കെ വരുന്നു അല്ലേ. കളർഫുൾ എന്ന് വെച്ചാൽ കളർഫുൾ, രക്ഷയില്ല. ഇങ്ങനെ ടെമ്പിൾ ലക്ഷ്യമാക്കി ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡിൻ്റെ 2 സൈഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കേണ്ട പാടേ ഉള്ളൂ. ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ കാര്യമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഇതേ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിലേക്ക് കയറി പോകുന്നതിൻ്റെ വഴിയും ചെറിയൊരു മകുടവും ഒക്കെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വഴിയിലൂടെ വേണം നമ്മൾ നടന്ന് പോകാനായിട്ടുള്ളത്. നടന്ന് ആ ഒരു പാറയുടെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലെത്താനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ ഒരു പാറയുടെ മുകളിലോട്ട് കയറി പോകാനായിട്ടുള്ളത്. ഭാഗത്തോട്ട് കയറട്ടെ. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് അമ്പലത്തിലോട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ മൊത്തം.
ഈ ഒരു അമ്പലത്തിൽ തൊഴുവാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി ആ ഒരു പാറ നമുക്ക് മൊത്തം ഇങ്ങനെ കയറി മുകളിലോട്ട് പോകണം കേട്ടോ. അല്ലേ എൻട്രൻസും കാര്യങ്ങളും കാലൊക്കെ കഴുകാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് തൊഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു പാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ. അപ്പോൾ ഇവിടെ അപ്പർ കേവ് ടെമ്പിൾ തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 600 CE കേവ് ടെമ്പിളാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാനായിട്ട് പറ്റും കേട്ടോ. അയ്യോ, ഇനിയും കുറച്ചുകൂടെ മുകളിലോട്ട് വരണം. കുരങ്ങന്മാരല്ല. അപ്പോൾ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് എൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സ്ഥലം കൂടെ നടക്കാനുള്ളൂ. ദേ കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. അയ്യോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രച്ചി ടൗണിൻ്റെ ഒരു എൻറ്റയർ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അടിപൊളി വ്യൂ ആണ്. ടെമ്പിൾ. അപ്പോൾ ഇതേ ഉച്ചിപ്പിള്ളയാർ അഥവാ റോക്ക്ഫോർട്ട് ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ വന്നു. അപ്പോൾ ഈ ഒരു പാറയുടെ ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശ്രീരംഗം ടെമ്പിളിൻ്റെ ആ ഒരു രാജഗോപുരവും വേറെ 1-2 ഗോപുരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. അതേ കണ്ടില്ലേ. ഇപ്പോൾ രാവിലെ നമ്മൾ പോയാൽ പാലമൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ട്രിച്ചി ടൗൺ. അതുപിന്നെ കാവേരി നദിയൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതേ കണ്ടില്ലേ, ഈ ഒരു ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. വറ്റി വരണ്ട് കിടക്കുന്ന കാവേരി നദി, ശ്രീരംഗത്തോട്ട് പോകുന്ന പാലം, ശ്രീരംഗം ടെമ്പിളിൻ്റെ ആ ഒരു മകുടം, അടിപൊളി. ആൻഡ് ട്രിച്ചി ടൗൺ. അപ്പോൾ ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൻ്റെ മുകളിൽ നിന്നുള്ള വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏതാണ്ട് 6:30 മണിയാകുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അവിടെ താഴെ ട്രിച്ചി ടൗണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇരിക്കുന്ന ഒരാകെ സമയം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവുന്നു. ഞാനിപ്പോഴും ഈ ഒരു ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൽ തന്നെയാണ്. മുകളിൽ നല്ല പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ വരുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വൈകുന്നേരം ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ട്രിച്ചി ടൗൺ രാത്രിയിലുള്ള കാഴ്ചയാണ്. ഇതേ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു പാലവും ശ്രീരംഗം ടെമ്പിളിൻ്റെ ആ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഇതേ അവിടെ സൺസെറ്റിൻ്റെ ഒരു റെഡിഷ്. അങ്ങനെ ഉച്ചിപ്പെരിയാർ ടെമ്പിളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ്. ഭയങ്കര ക്രൗഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡുണ്ട്. തുണിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം കേട്ടോ. പല ടൈപ്പ്, പല ജാതി, പല സൈസിലുള്ള സാധനങ്ങളൊക്കെ സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട്. നമ്മുടെ ആ ഒരു ഡൽഹിയിലെ പാട്ഗഞ്ച് മാർക്കറ്റിലൊക്കെ എത്തിയ ആ ഒരു ചെറിയ പ്രതീതി നമുക്ക് കിട്ടും. റോഡിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ തേരാപ്പാര ട്രിച്ചി ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഇത്ര ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാനായിട്ട്. ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ നോക്കാം. ലോക്കൽ ഐറ്റംസാണ്, ബട്ട് സ്റ്റിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ.